ദൈവിക സംരക്ഷണം ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് നാം മറന്നു പോകരുത്. ദൈവം ആ സംരക്ഷണം എപ്പോഴും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുകയും നൽകുകയും ചെയ്യുന്നു. 91-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതെ, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും സംരക്ഷണം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശേഷാൽ തൻ്റെ ഭക്തന്മാരെ പരിപാലിച്ച് അത്ഭുതമായ നിലകളിൽ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിനക്ക് മുൻപായി തൻ്റെ ദൂതനെ ഞാൻ അയക്കും. അതെ, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനു വേണ്ടി ഒരു യുവതിയെ കണ്ടെത്തുവാൻ തൻ്റെ ദാസനാകുന്ന ഏലിയാസാറിനെ അയക്കുകയാണ്. എന്നാൽ കനാനിലെ യാത്ര വളരെ ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ്. മിസ്രയീമിൽ നിന്നും കനാനിലേക്ക് യാത്ര പോകുമ്പോൾ വളരെ ചൂടും ഉഷ്ണവും പ്രതിസന്ധിയും വന്യമൃഗങ്ങളും വഴിയിൽ പതിയിരിപ്പുകാരായ കൊള്ളക്കാരും എന്നുവേണ്ട വ്യത്യസ്തങ്ങളാകുന്ന സമ്മർദ്ദങ്ങൾ നിറഞ്ഞ വഴിയാണ് അത് എന്ന് നമുക്കറിയാം. എന്നാൽ അതിൻ്റെ നടുവിൽ അബ്രഹാം ഏലിയാസാറിനോട് പറയുകയാണ്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കും. അതെ, ദൂതന്മാർ ദൈവമക്കൾക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അപ്പോൾ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു, വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിക്കേണ്ടതിനും ഞാൻ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം ചെന്നെത്തേണ്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ എത്തേണ്ടുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വഴിയിൽ പ്രതിസന്ധികളുണ്ട്, സഹായിപ്പാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്, ദുരിതങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നാം എത്തേണ്ടുന്നിടത്ത് എത്തിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ നാം എത്തേണ്ടുന്നിടത്തെത്തുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. അതെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോന്യർ, ഹിത്യർ, യെബൂസിയർ, പെരീസിയർ, കനാന്യർ, ഹിവിയർ എന്നിങ്ങനെയുള്ള ജാതികളുടെ മുമ്പിൽ ജയകരമായി നടത്തും എന്ന് വായിപ്പാൻ കഴിയുന്നു. അതെ, വഴിയിൽ ഇസ്രായേൽ ജനം നടന്നു പോകുന്നിടത്തൊക്കെ ശത്രു സൈന്യങ്ങൾ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആധിപത്യങ്ങൾ അവരെ തോൽപ്പിച്ചു കളയുവാൻ വേണ്ടി ശ്രമിച്ച സമയങ്ങളുണ്ട്. അതെ, അവിടെയെല്ലാം ദൈവം തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ മക്കളെ പരിപാലിച്ചു. അതുപോലെ തന്നെ നാം പുതിയ നിയമത്തിൽ പഠിക്കുമ്പോഴും പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. ദൂതൻ കാരാഗ്രഹത്തിലിറങ്ങി അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു കാരാഗ്രഹത്തിൻ്റെ പുറത്ത് എത്തിക്കുവാനിടയായി തീർന്നു. അതുപോലെ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട ചങ്ങലകൾ അഴിഞ്ഞു വീണു, വാതിലുകൾ തുറക്കപ്പെട്ടു. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ കാരാഗ്രഹങ്ങൾ തുറക്കുന്ന ദൈവപ്രവൃത്തി സംഭവിക്കുന്ന ഒരു ദിവസമാണ്. ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സംരക്ഷണത്തിനായിട്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവിക പദ്ധതികളെ വിശ്വസിച്ച് ധൈര്യമായി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.